അവട്ടെ എങ്ങനെയുണ്ട് ഉപ്പ്? നല്ലൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്ന നല്ലൊരു സിനിമ. പ്രത്യേകിച്ച് നമ്മളെ ഗ്രാമപ്രദേശത്ത് നിന്നാണ്, അരിക്കുളം പഞ്ചായത്തിൽ നിന്നാണ് ഒരു സിനിമ എങ്ങനെ ഉണ്ടായത്? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്കൂളിൻ്റെ സിനിമ എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ഒരു നല്ലൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്ന നല്ല സിനിമ. നല്ല സാധനം. താങ്ക് യു. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? വളരെ ഗംഭീരം. ഓക്കെ, ഒരു ഗ്രാമത്തിൽ നിന്നുള്ള സിനിമയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രത്യേകതയും കേരളം മൊത്തത്തിൽ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. എങ്ങനെയുണ്ട് സിനിമ? ഗംഭീരം വെച്ചാൽ അതിന്റെ അവതരണങ്ങളിൽ കുറെ അതിഗംഭീരമായ അവതരണം. പാലക്കാട് സിറ്റുവേഷനും പിന്നെ ഒരു മാഷല്ല ഒരുപാട് മാഷന്മാർ, പിന്നെ കുട്ടികൾക്കുള്ള ജീവിത അനുഭവം, പുതിയ അനുഭവം ഉണ്ടല്ലോ. അത് കൊയ്ത്തെന്താണ് നെല്ലെന്താണെന്ന് അറിയാവുന്ന കുട്ടിയെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ ആ സ്കൂളിനും അധ്യാപകന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. എങ്ങനെയുണ്ട് സിനിമ? ഉപ്പ് ഗംഭീര സിനിമ. ഞാൻ എൻ്റെ വാർഡിലുള്ള മാഷ് വിളിച്ചിട്ടാണ് ഇവിടെ വന്നപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നി. കാരണം ഇപ്പോഴത്തെ തലമുറ മനസ്സിലാക്കാൻ പറ്റിയ സിനിമയാണ്. കൊയ്ത്തുത്സവക്കാർ ഗംഭീരമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. താങ്ക് യു. എങ്ങനെയുണ്ട് ഉപ്പ്? നല്ല സ്റ്റോറിയായിരുന്നു. ഒരു ഫാമിലി കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി നന്നായിട്ട് ചെയ്തു. ഇഷ്ടമായി. എങ്ങനെയുണ്ട് സാർ? ഹലോ, എങ്ങനെയുണ്ട് സിനിമാ മേഖലയിൽ ഒരുപാട് കാലത്തെ അനുഭവ പരിചയമുണ്ട്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഒരു സിനിമ ഉണ്ടായത്. എങ്ങനെയുണ്ട് കണ്ടപ്പോൾ? നല്ല സിനിമയാണ്. എന്നുവെച്ചാൽ ഒരു കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഒരു കുട്ടിയെ എങ്ങനെ ബാധിക്കുന്നു അതിനെ ഒരു ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഒരു സഹപാഠിയോട് നമ്മൾ എങ്ങനെ അനുതാപപൂർവ്വം പെരുമാറണം, അതിലൂടെ ബന്ധങ്ങൾ വളർത്തിയെടുക്കണമെന്ന് ഇതിലൂടെ വളരെ നന്നായി ആവിഷ്കരിച്ചിട്ടുണ്ട്. പൊതുവെ നന്നായിട്ടുണ്ട്. താങ്ക് യു. എങ്ങനെയുണ്ട് സിനിമ? സിനിമ ഒരു ചെറിയ സമയം കൊണ്ട് ഒരു വലിയ സന്ദേശം നൽകി എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. കാരണം ഇന്നത്തെ ചലച്ചിത്ര വ്യവസായ മേഖലയിൽ വളരാൻ സാധ്യതയുള്ള ഒരുപാട് അഭിനേതാക്കളും അതുപോലെ സംവിധായകരും. അപ്പോൾ ഈ സിനിമ മൊത്തത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു നല്ലൊരു സന്ദേശം നൽകുന്ന സിനിമയാണ്. നന്നായി. എങ്ങനെയുണ്ട് മോളെ സിനിമ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടു. ഓക്കെ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതാണ് അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? വളരെ നന്നായി. എല്ലാം മൊത്തത്തിൽ നല്ല അഭിപ്രായം. താങ്ക് യു. അപ്പോൾ നമ്മുടെ അഭിലാഷ് തിരുവോത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് ഉപ്പ് സിനിമ? ഉപ്പ് എന്തുകൊണ്ടും ഒരു സ്കൂളിന് അതിൻ്റെ സർഗാത്മകത എത്രത്തോളം അതിൻ്റെ പാരമ്യത്തിലെത്തിക്കാവോ അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് വളരെ പ്രൊഫഷണലായി. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സാധാരണ ഒരു സിനിമ കാണുന്നതിൻ്റെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ക്ലാരിറ്റിയോട് കൂടിയും അതിൻ്റെ സീൻ സെൻസുകളോ അതിൻ്റെ വിഷ്വൽ സെൻസുകളോ ക്യാരക്ടർ സെലക്ഷൻ ആയി കഴിഞ്ഞാലും അതിൻ്റെ നമ്മളിപ്പോൾ കൃഷി അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടും മറ്റൊരാളെ മനസ്സിലാക്കുക. നോട്ട് മീ ബട്ട് യു എന്ന് പറഞ്ഞാണ് അത് NSSൻ്റെ ആപ്തവാക്യത്തിലൂടെ തന്നെയാണ് ആ സിനിമ തീരുന്നത്. അതൊക്കെ തന്നെ ഏറ്റവും മനോഹരമായൊരു കോമ്പിനേഷൻ ആക്കിയിട്ട് മാറ്റാൻ ആ നാട്ടുകാരുടെയും സ്കൂളിൻ്റെയും NSSൻ്റെ ഒക്കെ ആ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും എനിക്ക് തോന്നുന്നത്. സ്റ്റേറ്റിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രത്യേകിച്ച് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ആഭിമുഖ്യത്തിലും ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിലും കൂടി ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു നല്ലൊരു വെഞ്ചർ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അത് ഉണ്ടായി എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഏറ്റവും പ്രൊഫഷണലായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഒട്ടും ഒരു പുതുമയുള്ള ആൾക്കാരാണ്, ആദ്യമായി അഭിനയിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്തുള്ളതെന്നുള്ള യാതൊരു തരത്തിലുള്ള സങ്കോചമില്ല. അതേ മനോഹരമായ അധ്യാപകർക്കും കുട്ടികൾക്കും ഒക്കെ ചെയ്യാനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. എന്തായാലും ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടെ, അരിക്കുളം സ്കൂളിൻ്റെ ഈ ഒരു പ്രൊജക്റ്റ് ശ്രദ്ധിക്കപ്പെട്ട എന്നും ഇതിൽ അഭിനയിച്ചതൊക്കെ ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ശ്രദ്ധയും കിട്ടുന്നത്. എല്ലാവരും വന്ന് ഇനിയും 2-3 ദിവസം ഇവിടെ പ്രോഗ്രാമുണ്ട്. എല്ലാവരും പരമാവധി ആളുകൾ വന്ന് ഇതിനെ എല്ലാ രീതിയിലും വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു. വളരെ നല്ലൊരു സിനിമയാണ്. കാരണം ഈ NSSൻ്റെ ഒരു തീമും മറ്റൊരു കഥയായിട്ട് കോർത്തിണക്കൊണ്ട് വളരെ വലിയൊരു സന്ദേശമാണ് ഈ സിനിമ നൽകിയത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമ ഒരു മോഡലായി സാമൂഹ്യ പ്രസക്തമായ പല വിഷയങ്ങൾ ഈ രീതിയിൽ NSSൻ്റെ തീമുമായിട്ട് കോർത്തിണക്കിക്കൊണ്ട് വളരെ നന്നായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ആദ്യത്തെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ടാണ്, ടിപ്പിക്കൽ എക്സാമ്പിൾ. വളരെ നന്നായിട്ട്, വളരെ നല്ല അവതരണങ്ങളൊക്കെയാണ്. നല്ല
അപ്പം ടീച്ചറെ 4ാമത്തെ ദിവസം തോന്നില്ലേ ഇവിടെ പ്രദർശനം? ഓക്കെ, വളരെ സന്തോഷം ഉണ്ടാവുമല്ലേ? കാരണം നമ്മുടെ ഒരു കാരണം നിറയെ ആൾക്കാർ കാണുന്നുണ്ട്, അതോടൊപ്പം നല്ല അഭിപ്രായമാണ്. നല്ലൊരു മൈലേജ് ഞങ്ങൾക്ക് ഈ ഫിലിം നേടിത്തന്നു. ഇത്രയും ദിവസം പ്രദർശിപ്പിക്കാന്നൊക്കെ പ്രതീക്ഷ ആദ്യം ഉണ്ടായിരുന്നു, ഒരു ധാരണ ഉണ്ടായിരുന്നു? ആദ്യം വിചാരിച്ചത് 1-2 ദിവസം നമ്മൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിട്ട് ബാക്കി അല്ലാത്ത രീതിയിലേക്ക് പോകാമെന്നായിരുന്നു. പക്ഷേ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടി തുടങ്ങിയപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഇത് എന്താ പറയുക നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് മനസ്സിലായി. താങ്ക് യു. എന്താണ് സിനിമ കണ്ടപ്പം തോന്നി? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അഭിനയിക്കാൻ ഒക്കെ താല്പര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നിയോ? ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കഥാപാത്രം അഭിനയിക്കാം? ഒരു സ്കൂളിൽ നടത്തിയ സിനിമ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഓക്കെ. ഇതാണ് നല്ല സിനിമ. വളരെ ചെറിയൊരു പ്രമേയം, ചെറിയൊരു ടെലിഫിലിമാരി വിചാരിച്ചാൽ വന്നത്. പക്ഷേ ഒരു നല്ല സിനിമയിലെ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. സമയം കുറവെന്ന് മാത്രമേ. എന്തായാലും സ്കൂളിനും പഞ്ചായത്തിനും ആ ഗ്രാമം അഭിമാനിക്കാം. താങ്ക് യു. ഇതിൽ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്ത യുവ നടൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ ചേച്ചിമാരൊക്കെ ഇവിടെ നിൽക്കുന്നത്. അപ്പം എന്താണ് പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കുടുംബത്തിന് മാതൃകയാക്കേണ്ട സിനിമയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഒരു സ്കൂളിൻ്റെ പാരമ്പര്യം നിലനിർത്താനും എല്ലാ തരത്തിലും കൃഷിൻ്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിൻ്റെതും മാതൃകയായ ഒരു സിനിമയായിരുന്നു. ഇഷ്ടപ്പെട്ടു. കരഞ്ഞുപോയില്ലേ? അപ്പൊ നിങ്ങളൊക്കെ കണ്ടാൽ അറിയാം. ഒരു കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു സിനിമയാണ്. വളരെ സന്തോഷം. പിന്നെ എൻ്റെ ബന്ധുവാണിത്. നല്ല സന്തോഷം. ഓക്കെ ഓക്കെ. കരഞ്ഞുപോയി. അപ്പൊ തീർച്ചയായും എല്ലാവരെയും കരയിപ്പിച്ചൊരു സിനിമയാണ്. സൂപ്പർ. നിങ്ങൾ എന്നെ കരയിപ്പിക്കില്ല. എന്ത് തോന്നുന്നു? ഇത്ര ദിവസം പ്രദർശിപ്പിക്കാന്നൊക്കെ ഉണ്ടായിരുന്നോ? മനസ്സിലുണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലും മനസ്സിൽ ഇങ്ങനെ ഇല്ലായിരുന്നു. ഇങ്ങനെ വിജയിക്കുന്നൊന്നും ഇല്ലായിരുന്നു. കാരണം തിയേറ്ററിൽ ഇറക്കും തന്നെ വിചാരിച്ചില്ല. കാരണം ആദ്യം പറഞ്ഞൊരു ടെലിഫിലിം ഷോർട്ട് ഫിലിം ആണെന്നാണ്. പിന്നെയാണ് പറഞ്ഞത് തിയേറ്ററിൽ ഇറക്കുന്നത്. വളരെ സന്തോഷം. സഹപാഠികളൊക്കെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? സഹപാഠികളൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാവരും പോസിറ്റീവാണ് വന്നിട്ടുള്ളത് ഇതുവരെ. അങ്ങനെ കോൾ വിളിക്കാറുണ്ട്? ആരെങ്കിലും വിളിക്കാറൊക്കെ ഉണ്ട്? വിളിച്ചിട്ടുണ്ട് കുറേ പേര്. ഓക്കെ. സിനിമാ മേഖലയുള്ള ആരെങ്കിലും വിളിച്ചോ? ഇല്ല, അവരാരില്ല. ഓക്കെ, താങ്ക് യു. അപ്പം ഉപ്പ് സിനിമയിലെ സോനുവിൻ്റെ അച്ഛനും അമ്മയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എല്ലാ പിന്നെ പ്രദർശനം കണ്ടിരുന്നോ? പിന്നെ ഇന്ന് വന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് തോന്നുന്നു മകൻ്റെ അഭിനയം? സിനിമ അവളുടെ ഫീലുണ്ട്. സമയം കുറവുണ്ടെങ്കിലും നല്ലൊരു ഫീലാണ്. സങ്കടം തോന്നിയോ? സങ്കടം തോന്നാണ്ട് പലപ്പോഴും അല്ലാത്ത എല്ലാ സീനും കാണുമ്പോൾ. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അടിപൊളി തന്നെ. ഓക്കെ. ആരെയും വിളിക്കുകയോ ചെയ്തോ? കുടുംബക്കാർ അല്ലെങ്കിൽ നിങ്ങളോട് വിളിച്ച് നല്ല അഭിപ്രായം പറയുന്നല്ലേ? ഷൂട്ടിംഗ് നടന്ന അടക്കം പാലക്കാട് എല്ലാ സ്ഥലത്തുണ്ടാവും. എന്താണ് സിനിമ കണ്ടപ്പോൾ തോന്നി? എല്ലാ സിനിമ കണ്ടിട്ട് ഇതൊരു വെറൈറ്റി സിനിമ. എങ്ങനെയുണ്ടായിരുന്നു ഇവരെ അഭിനയമൊക്കെ? എങ്ങനെ പൊതുവെ വിലയിരുത്തുന്നു? സൂപ്പറായിരുന്നു. സിനിമ കണ്ടോ? ഉപ്പ് കണ്ടോ? സിനിമ കണ്ടു. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ഡയറക്ഷനൊക്കെ പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ചെയ്യുന്നൊരു സംഭവമായതുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും മികച്ചൊരു സിനിമയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് കാലം നമ്മളെ വീട്ടിലെ അന്തരീക്ഷവും സ്കൂളായിട്ടുള്ള ഒരു ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒക്കെ നല്ല പാട്ടും കാര്യങ്ങളും. താങ്ക് യു. വളരെ നന്നായിട്ട്. എങ്ങനെയുണ്ട് ഉപ്പ്? അടിപൊളി സിനിമയാണ്. ഒരു ഗ്രാമത്തിൻ്റെ ഒരു സ്കൂളിൻ്റെ കഥ പറയുന്ന ഒരു സിനിമ. നല്ല സിനിമയാണ്. ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ഉപ്പ് സിനിമ കണ്ടപ്പോൾ? നല്ല സിനിമയാണ്. വളരെ നന്നായിട്ടുണ്ട്. കുട്ടികളും അധ്യാപകരും എല്ലാം ചേർന്ന് മനോഹരമാക്കിയിട്ടുണ്ട് സിനിമ. എങ്ങനെയുണ്ട് ഉപ്പ്? നമ്മുടെ സ്കൂളിൻ്റെ സിനിമ തന്നെയാണ്. നല്ലൊരു ഒരു തീമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പൊതുവേ നമ്മൾ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു ലഘുവാണെങ്കിൽ അതിൻ്റെ അവതരണ രീതി ശൈലിയാണ് ഏറ്റവും മനോഹരമായത്. പിന്നെ അതിന് ക്യാമറയുടെ വർക്കായാലും നമ്മൾ ദിലീപ് സാർ ഈ ഫീൽഡിൽ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിലുള്ള കഴിവ് പൂർണ്ണമായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സംരംഭമായിട്ട് തന്നെയാണ് സ്കൂളിൻ്റേതായാലും NSSൻ്റെ യൂണിറ്റിൻ്റേതായാലും നാടിൻ്റെ മുഴുവൻ ഒരു ആഘോഷ അതിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ ചിഹ്നങ്ങളും, നല്ല പാട്ടുകൾ, ജാസിഫിൻ്റെ ആയാലും ദിലീപ് സാറിൻ്റെ ആയാലും നല്ല മനോഹരമായ ചിത്രീകരണം, എല്ലാം കൊണ്ടും നല്ലൊരു മികച്ച ഉദ്യമമായിട്ട് തന്നെയാണ്
പിന്നെ പറയാം. താങ്ക് യു. ഇപ്പം നമ്മൾ രണ്ടുപേരുടെ ഉപ്പ് സിനിമ കണ്ട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മോളെ പേരെന്താ? ആ, എവിടെയാണ് സ്ഥലം? പേരാമ്പ്രയാണ്. എങ്ങനെയുണ്ട് ഉപ്പ് സിനിമ കണ്ടപ്പോൾ? നല്ല സിനിമയാണല്ലേ? ഓക്കെ. എന്തുകൊണ്ട്? നല്ല സിനിമ. അപ്പം നമ്മൾ ഇതിൽ അഭിനയിച്ച രണ്ടുപേര് നമ്മളോടൊപ്പം ചേരുന്നതാണ്. ഋതുനന്ദയും അതുപോലെ അദൂരില്ലേ. ഈ സിനിമയിൽ കൂടാതെ മറ്റെന്തെങ്കിലും പിന്നെ വേഷങ്ങൾ ഇതുപോലെ നാടകത്തിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമാണ്? സൂപ്പറായിട്ട് അഭിനയിച്ചല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. സന്തോഷം കൊണ്ട് ചിന്തിച്ചതും സമയത്ത് പ്രൗഡ് മൂവ്മെന്റ് ഓഫീസർ സംവിധാനം ചെയ്ത് സോങ്സ് ഒക്കെ ഫസ്റ്റ് മൂവീസാണ്. ഒരുപാട് ആൾക്കാർ ഇൻക്ലൂഡ് ഇത് കണ്ടപ്പോൾ പലരും വിളിക്കുകയോ ചെയ്യുകയല്ലേ? അങ്ങനെ കോളൊക്കെ വന്നോ? വിളിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. എവിടെയാണ് സ്ഥലം? എവിടെയാണ് സ്ഥിതി? ഊരുള്ളൂർ. രണ്ട് ഊരുള്ളൂരാണ്. ഓക്കെ. ഇനി അടുത്ത എന്താണ്? ഇതുപോലെ എന്തെങ്കിലും വേഷം കിട്ടുകയാണെങ്കിൽ സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യപ്പെടും? കിട്ടട്ടെ എന്ന് വയ്ക്കാം കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, ഇവരൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ വേഷമൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് നൽകണം. അവർക്കൊക്കെ നല്ല താല്പര്യമുണ്ട്. സിനിമയെക്കുറിച്ച് എന്താണെന്നുള്ള അവർ കൃത്യമായി പഠിച്ചു. പ്രത്യേകിച്ച് ഒരു ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ് ഈ ഒരു സിനിമ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്തായാലും സിനിമാ മേഖലയിലെ ആളുകൾ നമ്മുടെ ഈ ചാനൽ എന്തായാലും കാണും. അപ്പം ഇവരൊക്കെ മറക്കാതെ വിളിക്കുക. എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാൻ അറിയിച്ചോളാം. ഓക്കെ ഓക്കെ. എവിടെയാണോ? അവർക്കുള്ളതാണോ? എങ്ങനെ സിനിമ കണ്ടപ്പോൾ ഉപ്പ് സിനിമ കണ്ടപ്പോൾ തോന്നി? ഇല്ല, ഹസ്ബൻഡ് അഭിനയിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. മോളല്ലേ ഇത്? ഓക്കെ. മോളെ എങ്ങനെയുണ്ടായിരുന്നു? അച്ഛൻ അടിച്ചു പൊളിച്ചോ? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ഓക്കെ. പിന്നെ ഹസ്ബൻഡ് ഇതിന് പിന്നെ സിനിമയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേഷമൊക്കെ കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു? അല്ല, ആദ്യത്തെ ഒരു ആദ്യത്തേനാണ്. എന്ത് തോന്നുന്നു? നല്ലത്, അതുകൊണ്ടാണ് കാണാൻ വന്നത്. പിന്നെ സ്കൂളുള്ള സിനിമയാണല്ലോ. ഫാമിലിയൊക്കെ ഉണ്ടോ? നിങ്ങളെ ഫാമിലിയൊക്കെ ഉണ്ടോ? ഇല്ല, ഇനിയിപ്പോൾ കാണാൻ പോകുന്നതാണ്. അതെ, വലിയൊരു സ്ക്രീനിൽ ഇത് പ്രദർശിപ്പിക്കുന്നതൊക്കെ വിചാരിച്ചിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ സോനുവിൻ്റെ സുഹൃത്താണ് നമ്മളെ. സോനുവിൻ്റെ ശരിക്കും പേര് കാർത്തിക്കാണ്. അത് സിനിമയിലെ ഉപ്പ് സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് സോനു അല്ലേ? അപ്പോൾ സോനുവിൻ്റെ സുഹൃത്താണ്. എന്താ പേരെന്താ? എങ്ങനെ ഉണ്ടായിരുന്നു സോനുവിൻ്റെ? അതെ, എപ്പോഴെങ്കിലും കണ്ണീര് വന്നിരുന്നോ? ഈ തോന്നിയില്ലേ? അങ്ങനെ വന്നിരുന്നില്ല? സങ്കടം തോന്നിയില്ലേ പല സീനും കണ്ടപ്പോൾ? ഓക്കെ. അപ്പോൾ എന്താ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ഈ കാര്യമൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു? അപ്പോൾ അടുത്ത പരിപാടി എന്താ? സോനു നമ്മൾ കുറച്ചുകൂടി വലിയ സ്ക്രീനിലിപ്പോൾ കാണിച്ചത്, ഇനി വലിയ സിനിമയിലേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും, നല്ല സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇത് ഉപ്പ് സിനിമയുടെ സംവിധായകൻ ദിലീപുണ്ട്, അഭിനയിച്ച ഒക്കെ ബാബുവേട്ടനുണ്ട്. സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഇപ്പോൾ 4ാമത്തെ ദിവസം തോന്നുന്നു നമ്മുടെ പ്രദർശനം അല്ലേ? ഇത്ര ദിവസം പ്രദർശിപ്പിക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. അതായത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ ഒരു സ്വീകാര്യത ഇതിൻ്റെ വലിയൊരു മാർക്കറ്റിങ്ങിന് ഭാഗമായിട്ടുണ്ട്. അപ്പം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ടുള്ള നമ്മളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനൊരു റിസൾട്ടിലേക്ക് എത്തിച്ചത്. ടീച്ചേഴ്സും കുട്ടികളും അധ്യാപകർ പിന്നെ പഞ്ചായത്തും നാട്ടുകാരും ഒക്കെ ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഇപ്പോൾ നമ്മൾ സാക്ഷാത്കരിച്ചത്. കുട്ടികളൊക്കെ കഴിഞ്ഞ 2 വർഷമായി നമ്മളിതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നു. അപ്പം കുട്ടികൾക്കൊക്കെ ആശങ്കയായിരുന്നു ചിലപ്പോൾ ഇറങ്ങുന്നുള്ളത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പം അവരെല്ലാം വലിയ ഹാപ്പിയാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം, വിജയം എന്ന് പറയുന്നത്. പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു ചെറിയ സംരംഭം ഞാനൊന്നും പ്രതീക്ഷിച്ചതല്ല. ഇങ്ങനെ വളരെ സന്തോഷം. നമ്മുടെ സിനിമാ മേഖലയിൽ ആരെങ്കിലും വിളിക്കുകയോ ചെയ്തോ ഇത് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇത് അറിഞ്ഞപ്പോൾ? അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മാധ്യമങ്ങളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഒരാൾ വിളിച്ചു, ആ പേരെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, പെട്ടെന്ന് അത് തിരക്കിലായിരുന്നു. പുള്ളി ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു സിനിമ മേഖലയിലുള്ള പിന്നെ മ്യൂസിക് ഫീൽഡിലുള്ള ആളുകൾ. ഞാൻ മ്യൂസിക്കാണ് ബേസിക്കലി. അപ്പോൾ എന്നോട് ചോദിച്ചു അത് വിട്ടോ, ഇപ്പോൾ ഡയറക്ഷനിലേക്ക് പോവുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സിനിമാ മേഖലയിലുള്ള, പ്രത്യേകിച്ചും മ്യൂസിക് ഫീൽഡിലുള്ള ആളുകളാണ് നമ്മളായിട്ട് അധികം സംവദിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഡയറക്ഷൻ എന്ന് പറയുന്നൊരു ഇതിൽ കടന്നു വരുന്നത്. പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഓക്കെ, എന്താണ് തോന്നുന്നത് ഇപ്പോൾ? അത്ഭുതം, സന്തോഷം. കാരണം ഒരിക്കലും ഇത്രയും വലിയ വിജയമാവുമെന്നും ഇത്രയും വലിയ അഭിപ്രായം ഉണ്ടാകുന്ന എനിക്ക് പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഇത് സിനിമ പുറത്തിറങ്ങുന്ന സമയത്ത് ഭയങ്കര ആശങ്കയാണ് തലേന്നൊക്കെ. ഇവരാരും അറിയില്ല, ഒരു 12-1 മണിയൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് അതെന്തായി തീരും എന്നുള്ള. പക്ഷേ ഒന്നാമത്തെ കളി കണ്ടപ്പോൾ തന്നെ നല്ല അഭിപ്രായം വന്നു.
അപ്പോൾ എല്ലാവരും പല സ്ഥലത്ത് നാൾ വിളിച്ചാൽ അറിയിക്കുന്നത് എല്ലാവരും വന്ന് കാണുന്നതൊക്കെ നല്ല തിരക്കാണ്. ഇനിയും ഒരു ഷോ വരാൻ സാധ്യതയുണ്ട്. നല്ല അഭിപ്രായമാണ്. എല്ലാവരും ചെറിയ മുതൽ വലുത് എല്ലാവരും ഒരേപോലെ പെർഫോം ചെയ്യുന്നതാണ് എല്ലാവരും പറയുന്ന കാര്യം. അത് കണ്ടപ്പോൾ തോന്നി, സന്തോഷമായി. ഒരു ബിഗ് സ്ക്രീനിൽ വന്നതിൻ്റെ വലിയ ആഹ്ലാദമുണ്ട്. ഇപ്പം പക്ഷേ ഈ അരിക്കുളം സ്കൂളിലെ പിന്നെ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്തിലുള്ള ആളുകളൊക്കെ ഈ സിനിമ കാണാൻ എത്തിയിട്ടുണ്ടോ? ഇനിയും വരാനുണ്ടോ ആളുകൾ? അരിക്കുളം പഞ്ചായത്തിലെ കുറേ അധികം ആളുകൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു അരിക്കുളം പഞ്ചായത്തിനപ്പുറത്ത് ഈ സിനിമ ഒന്നാമത്തെ പ്രദർശനം കഴിഞ്ഞതിന് ശേഷം പേരാമ്പ്രയും അതിന് പരിസരത്തുള്ള ആളുകളാണ് വരുന്നത്. ഇനി സ്കൂളിലെ കുട്ടികൾ സിനിമ കണ്ടിട്ടില്ല. NSSൻ്റെ കുട്ടികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾ വരാനുണ്ട്. മാത്രമല്ല ഇത് ഞങ്ങൾ അരിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 11ഓളം സ്കൂളുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളും അവരുടെ രക്ഷിതാക്കളൊക്കെ വന്ന് കാണാനുണ്ട്. അപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയായിരുന്നു ആദ്യം ഈ സിനിമ എന്താവുന്നത്. തലേന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ആളുകളുടെ മുഖത്തെ ഭാവം ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഒരു സാധാരണ സ്കൂൾ സിനിമയ്ക്ക് അപ്പുറത്ത് വലിയ സന്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു മിനിമം ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും. വലിയ സന്തോഷമുണ്ട്. ജനങ്ങൾ പിന്നെ ഓരോ ദിവസവും ആളുകൾ കൂടുകയാണ്. താങ്ക് യു. ഇപ്പോൾ സിനിമ ഉണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. അത് ഞാനൊരു അധ്യാപകനാണ്. എനിക്കും അതിൽ നിന്ന് ഒരുപാട് ഉൾക്കൊള്ളാൻ പറ്റി. ഒരു രക്ഷിതാവ്, ഒരു പാരൻ്റ് കൂടിയാണ്. പാരൻ്റ് നിലയ്ക്കും ഇന്ന് മക്കൾക്കും ഉണ്ട്, പഠിക്കുന്ന കുട്ടികൾക്കും ഉണ്ട്. എല്ലാ പിയർ ഗ്രൂപ്പിന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നുണ്ട്. അധ്യാപകരോടും സംവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാവ് എന്ന നിലയിൽ ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. ഒരു സ്കൂളിൻ്റെ ഒരു ചെറിയ സിനിമയല്ല, വലിയൊരു സിനിമ തന്നെ. ചെറിയ സിനിമ വലിയ സിനിമയായി. ഓക്കെ. ഇനി ഇതുപോലെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സിന് ശക്തിയായില്ലേ? ചെയ്യേണ്ടതുണ്ട്. സ്കൂളുകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. എനിക്കൊന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തും അരിക്കുളം സ്കൂളും പഞ്ചായത്തും. എനിക്ക് തോന്നുന്നു കാരണം അരിക്കുളം പഞ്ചായത്ത് ഒരു മാതൃകയാണ് കാണിച്ചു കൊടുത്തത് മറ്റ് സ്കൂളിനും അതുപോലെ പഞ്ചായത്തിനും അല്ലേ? അങ്ങനെയല്ല, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വരെ അതെ ഗവൺമെൻറ് തലത്തിൽ തന്നെ എത്തേണ്ട കാര്യമാണ്. ഒരു പൊതുവിദ്യാലയമാണല്ലോ, അവിടെ നിന്നാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്രയും സർഗപരമായ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഉപ്പ് സിനിമ കണ്ട് പുറത്തിറങ്ങിയവരോടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു ഉപ്പ് സിനിമ. എന്തായാലും ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു സിനിമയാണ്. അരിക്കുളം ഗ്രാമപഞ്ചായത്ത് അവിടുത്തെ സ്കൂളും ചേർന്ന് നിർമ്മിച്ച ഈ സിനിമ 4 ദിവസം തിങ്ങി നിറഞ്ഞ സദസ്സ് തന്നെയാണ്. കണ്ടവരൊക്കെ തന്നെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. എല്ലാവരും ഈ സിനിമ ഒന്ന് കാണാൻ ശ്രമിക്കുക. അലങ്കാർ മൂവീസ് പേരാമ്പ്രയാണ് ഈ സിനിമാ പ്രദർശനം ഇപ്പോഴുള്ളത്. നല്ല അഭിപ്രായം ആണ് പൊതുവെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കഥ നമ്മളെല്ലാവരും കാണുക. കാരണം ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ ഒരു വിദ്യാർത്ഥികൾ ഒപ്പം അത് അധ്യാപകരും ചേർന്ന് അഭിനയിച്ച് സിനിമയാണ്. ആ സിനിമ തീർച്ചയായിട്ടും എല്ലാവരും കാണണം എന്നാണ് പറയാനുള്ളത്. താങ്ക് യു.